ആൾക്കാർ സാഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറയും യു ഷുഡ് ബി ഹാപ്പി എന്നുള്ള കാര്യം. ഇനിയിപ്പോ നമ്മൾ സാഡ് ആണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കണം കേട്ടോ. അതായത് നമ്മൾ അപ്പുറം ഇപ്പുറം ഹാപ്പി ആയി നിൽക്കുന്ന പറയലാണ്. പക്ഷേ ബീയിങ് ഹാപ്പി, ഹാപ്പിനെസ് ഇതൊരു സ്കില്ലാണ്. നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്കില്ലാണ് ബീയിങ് ഹാപ്പി എന്ന് പറയുന്നത്. സ്കില്ലിന്റെ മീനിങ് പറഞ്ഞാൽ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ആകുമ്പോഴാണ് ഒരു സ്കില്ല് പഠിക്കുക. അങ്ങനെയാണ് ഒരു സ്കില്ല് ഉണ്ടാക്കല്. ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ആകുമ്പോഴാണ് സ്കില്ല് കിട്ടുക. അതാണ് സ്കില്ല്. ഹാപ്പിനെസ് പറയാം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്. ഇതൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ യു ഫീൽ ലൈക്ക് യു ആർ നോട്ട് മിസ്സിംഗ് എനിത്തിങ്. എനിക്ക് ഒന്നും മിസ്സാവുന്നില്ല എന്നൊരു ഫീൽ എത്തുമ്പോൾ, ആ ഒരു സ്റ്റേറ്റ് എത്തുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ഫീൽ ആവുക. ഇത് രണ്ടും ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഫ്രണ്ട് പണി തന്നിട്ട് പോയി, ബിട്രൈ ചെയ്തു. ഓക്കെ, ഫ്രണ്ട് പോയി, മിസ്സായി. നിങ്ങൾ ബിട്രൈ ചെയ്തപ്പോൾ ട്രസ്റ്റ് പോയി. ഇത് രണ്ടും മിസ്സായത് കൊണ്ടാണ് അവിടെ ഒരു സാഡ്നെസ് നിങ്ങൾക്ക് വരാം. ഇതിലെപ്പോ റിക്കവർ ആകുന്ന വെച്ചാൽ ശരിക്കും ഒരു കൊല്ലം ഫസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, ശരിക്കും ഒരു കൊല്ലോ 2 കൊല്ലം ആയിരിക്കും. ആ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ റിക്കവർ ആവുക, അത് ഹാപ്പിനെസ് തിരിച്ചു കിട്ടാൻ നിങ്ങളൊരു സ്റ്റേറ്റിലെത്തി. നിങ്ങൾക്ക് മനസ്സിലായി പോട്ട് ഐ വോണ്ട് മിസ് ദാറ്റ്, എനിക്കത് മിസ്സാവൂല, എനിക്ക് അവരെ മിസ്സാവൂല. നിന്റെ ഫീൽ എത്തുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവാം. അതായത് നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ് എത്തി, ലൈക്ക് യു ആർ നോട്ട് മിസ്സിംഗ് എനിത്തിങ്. അങ്ങനെയാണ് ഹാപ്പി ആവാം. സോ ഇത് കിട്ടണമെങ്കിൽ, പെട്ടെന്ന് ആവണമെങ്കിൽ, ഹാപ്പി പെട്ടെന്ന് ആവണമെങ്കിൽ പെട്ടെന്ന് ആവില്ല. അത് റിപ്പീറ്റ് ആയിട്ട് ആവില്ല. ഫസ്റ്റത്തെ ഫ്രണ്ട് ഇട്ടിട്ട് പോകുമ്പോൾ ഒരു കൊല്ലം ഇരിക്കും. രണ്ടാമത്തെ ഫ്രണ്ട് പോകുന്നുണ്ടെങ്കിൽ 6 മാസമായിരിക്കും. എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ ഫ്രണ്ട് 3 മാസമായിരിക്കും. 4ാമത്തെ ഫ്രണ്ട് പറയുമ്പോൾ ചിലപ്പോൾ യൂബിലേക്ക് ഇന്ന് പോരെങ്കിൽ നാളെ നിങ്ങൾ പോകുന്നെങ്കിൽ പോട്ട്, ഞാൻ മിസ്സാവില്ല. കാരണം നിങ്ങൾ ആ ഒരു റിപ്പീറ്റേഷൻ സൈക്കിൾ വന്നു. ചിലപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ഇട്ടിട്ട് പോയപ്പോ ഒരു കൊല്ലം, അല്ലെങ്കിൽ സെക്കൻഡ് ഫ്രണ്ട് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അടുത്തൊരു ആഴ്ചയിലേക്ക് ഇത് മനസ്സിലേക്ക് പോയി ഐ ഡോണ്ട് കെയർ എന്ന് പറയുമ്പോൾ ഞാൻ മിസ്സാവൂല, എനിക്ക് മിസ്സാവൂല. സോ യു ആർ ഹാപ്പി നൗ. സോ ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ സൈക്കിൾ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾ ആ സ്കില്ല് ബിൽഡ് ചെയ്യില്ല. ഇതെടുത്ത് പറയാൻ കാരണം നിങ്ങൾ ഇപ്പൊ സാഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അത് സാഡ് ആയിട്ട് ഫീൽ ആകുന്ന ഒരാളാണ്, ലൈക്ക് എനിക്ക് ഹാപ്പി ആകാൻ പറ്റുന്നില്ല, എനിക്ക് ഹാപ്പി ആവുന്നില്ല വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് ഒരു കുറ്റമില്ല. നിങ്ങൾ യു ആർ കംപ്ലീറ്റ്ലി ഫൈൻ, യു ആർ ഓക്കെ. കാരണം നിങ്ങൾ ആ സൈക്കിളിങ് പോക്കാണ്. നിങ്ങൾ ഇപ്പൊ സാഡായിട്ട് നിങ്ങൾ ആ സൈക്കിളിന്റെ ഇടയിലില്ല. അതിങ്ങനെ കൊണ്ട് പഠിക്കില്ല. പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് ആ സ്കില്ല് കിട്ടും. ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി കംപ്ലീറ്റ്ലി യു വിൽ ബി ഫുള്ളി ഹാപ്പി. സോ ഇറ്റ്സ് അബൌട്ട് ഹോൾഡിംഗ് ഓൺ ടു യുവർ സെൽഫ് ആൻഡ് മൂവിംഗ് ഫോർവേഡ്. ആ ഒരു സ്കില്ല് കിട്ടുന്നവര് യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്.